മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ ചൊവ്വയുടെ രാശിമാറ്റവും അത് മേടൻ രാശിക്കാരിൽ ചെലുത്തുന്ന പ്രഭാവങ്ങളെയും കുറിച്ചാണ് വിവരിക്കുന്നത്. ഇപ്പോൾ തൻ്റെ ശത്രുരാശിയായ മീനത്തിൽ നിൽക്കുന്ന ചൊവ്വ വർഷം 2025 ഏപ്രിൽ 3-ാം തീയതി കർക്കടകം രാശിയിലേക്ക് രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും. കർക്കടകം രാശി ചൊവ്വയുടെ നീചസ്ഥാനമാണ്. ഇവിടെ ജൂൺ 7-ാം തീയതി വരെ ചൊവ്വ നിൽക്കുന്നതുമായിരിക്കും. ചൊവ്വ തൻ്റെ നീചസ്ഥാനത്ത് നിൽക്കുന്ന സമയത്ത് കൂടുതലും നെഗറ്റീവ് ഫലങ്ങളായിരിക്കും നൽകുന്നത്. ചൊവ്വ നിങ്ങളുടെ 1ഉം 8ഉം ഭാവങ്ങളുടെ അധിപനാണ്. നിൽക്കുന്നത് നീചസ്ഥനായി 4-ാം ഭാവത്തിലും. ഇത് നിങ്ങൾക്ക് അത്ര ശുഭകരമായിരിക്കത്തില്ല. ചൊവ്വ നിങ്ങളുടെ രാശ്യാധിപനാണല്ലോ. ഈ സമയത്ത് നിങ്ങളുടെ സ്വഭാവത്തിൽ ഒരു അഗ്രസീവ്നെസ് ഉണ്ടാകാൻ സാധ്യതകളുണ്ട്. എന്ത് കാര്യവും തുറന്ന് പറയുന്ന പ്രവൃത്തി മറ്റുള്ളവരെ കുറച്ചൊക്കെ ഡിസ്റ്റർബ് ചെയ്യുന്നതായിരിക്കും. ഈ സമയത്ത് ക്രോധവും വർദ്ധിക്കുന്നതായിരിക്കും. ചൊവ്വ 8-ാം ഭാവത്തിൻ്റെയും അധിപനാണല്ലോ. ഈ സമയത്ത് യാത്രകൾ ചെയ്യുമ്പോൾ സൂക്ഷിക്കണം. വാഹനം, മൃഗങ്ങൾ എന്നിവ കാരണം പരിക്കുകൾ പറ്റുവാൻ സാധ്യതകളുണ്ട്. നിങ്ങളിൽ അസൂയ പുലർത്തുന്നവരും കോമ്പറ്റീറ്റേഴ്സും മറ്റും നിങ്ങൾക്ക് ഹാനികൾ വരുത്തുവാൻ ശ്രമിക്കുന്നതായിരിക്കും. അതിനാൽ എല്ലാ കാര്യങ്ങളിലും നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം. ഈ കാര്യത്തിൽ അശ്രദ്ധ കാണിക്കുന്നത് ഹാനികൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും. 10-ാം ഭാവത്തിൽ ദൃഷ്ടി പതിക്കുന്നത് പിതാവിൻ്റെ ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങളും മറ്റും ഉണ്ടാകാൻ ഇടയാക്കുന്നതായിരിക്കും. ജോലിസ്ഥലത്ത് എല്ലാ കാര്യങ്ങളും മറ്റുള്ളവരുമായി കൺസൾട്ട് ചെയ്തിട്ട് വേണം ചെയ്യുവാൻ. ചൊവ്വയുടെ 4-ാം ദൃഷ്ടി 7-ാം ഭാവത്തിൽ പതിക്കുന്നത് ദാമ്പത്യ ജീവിതത്തിൽ ചില്ലറ പ്രശ്നങ്ങൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും. അതിനാൽ ദമ്പതികൾ തമ്മിൽ നല്ല അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമായിരിക്കും. ഈ സമയത്ത് ബിസിനസ്സും മറ്റും ചെയ്യുന്നവർ വളരെ ശ്രദ്ധയോടെ വേണം എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ. നഷ്ടങ്ങൾ വരാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. അതുപോലെ പാർട്ട്ണർഷിപ്പിൽ ബിസിനസ് ചെയ്യുന്നവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളും മറ്റും ഉണ്ടാകാതിരിക്കുവാനും ശ്രദ്ധിക്കണം. ചൊവ്വയുടെ 8-ാം ദൃഷ്ടി പതിക്കുന്നത് 11-ാം ഭാവത്തിലാണ്. ഇത് ലാഭസ്ഥിതികൾ കുറയുവാൻ ഇടയാക്കുന്നതായിരിക്കും. ഇൻകം കുറയുന്നതിനാൽ ഈ സമയത്ത് അനാവശ്യ ചിലവുകളും കുറയ്ക്കേണ്ടി വരും. മൂത്ത സഹോദരങ്ങളുമായി ബന്ധത്തിൽ വിള്ളലുകൾ വരാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ചൊവ്വ കേന്ദ്രസ്ഥാനത്താണല്ലോ നിൽക്കുന്നത്. കേന്ദ്രസ്ഥാനത്ത് നിൽക്കുന്ന ചൊവ്വ പൊതുവെ ശുഭഫലങ്ങളാണ് നൽകുന്നത്. പക്ഷേ ഇത് ചൊവ്വയുടെ നീചസ്ഥാനമായതിനാലാണ് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ഇടയുള്ളത്. നിങ്ങൾ ജാഗ്രത പുലർത്തുന്ന പക്ഷം നെഗറ്റീവ് ഫലങ്ങൾ കുറയ്ക്കുവാൻ സാധിക്കുന്നതായിരിക്കും. ഇതാണ് ചൊവ്വയുടെ രാശിമാറ്റം മേടൻ രാശിക്കാരിൽ ചെലുത്തുന്ന പ്രഭാവങ്ങൾ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.